പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസ് മനസ്സിൽ ചിന്തിക്കുന്നതായിട്ടുള്ള കാര്യം സാധിക്കുമോ? ഓക്കെ, ഇവിടെ 2 കാർഡ്സ് എടുക്കുകയാണ്. നിങ്ങളൊരു കാർഡ് സെലക്ട് ചെയ്യുക. ഫസ്റ്റ്, സെക്കൻഡ്. മനസ്സിലൊരു കാര്യം ആഗ്രഹിച്ചുകൊണ്ട് കാർഡ് സെലക്ട് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ്, സെക്കൻഡ് നിങ്ങൾ സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തവർക്ക് നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച കാര്യം തീർച്ചയായിട്ടും നടക്കും. 6 ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഒരു എസ് എന്നുള്ളൊരു കാർഡാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് നിങ്ങൾക്ക് ജസ്റ്റിസ് ആണ് ലഭിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ കുറേ നാളായിട്ട് മാനസികമായും ശാരീരികമായും നിങ്ങൾ ഒരുപാട് സഹിക്കുന്നതായിട്ടുള്ള ചില വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങൾക്ക് മേളിൽ നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കും. എസ് എന്നാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ റിലേഷൻഷിപ്പിൽ സക്സസ് ഉണ്ടാകുമോ? പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ റിലേഷൻഷിപ്പിൽ സക്സസ് ഉണ്ടാകുമോ? താങ്ക് യു യൂണിവേഴ്സ്. ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സക്സസ് ഉണ്ടാകും. എസ് എന്നുള്ളൊരു കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾ എഫേർട്ട് ഇട്ടിട്ടുണ്ടോ അതിനനുസരിച്ച് യൂണിവേഴ്സിൽ നിന്നും പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ സക്സസ്സിലേക്ക് വരുമോ? എൻ്റെ വ്യൂസ് ആഗ്രഹിക്കുന്നത് പോലെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എത്തുമോ? തീർച്ചയായിട്ടും എത്തും. എസ് എന്നുള്ളൊരു കാർഡ് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. എൻ്റെ വ്യൂസിൻ്റെ ജോലി ഏറ്റവും അനുഗ്രഹമായി തീരുന്നതായിരിക്കും. പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട്, ഇപ്പോൾ നേരിടുന്നതായിട്ടുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് എന്താണ്? പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ്. എന്ത് സാമ്പത്തിക ബുദ്ധിമുട്ടാണ് ഇപ്പോൾ നേരിടുന്നത്? ഇപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ കണ്ണുകൾ കെട്ടിയിരിക്കുന്ന അവസ്ഥയാണ്. ഒരു ആക്ഷനും ചെയ്യാൻ പറ്റുന്നില്ല. എന്ത് ചെയ്തിരുന്നാലും അതെല്ലാം പ്രശ്നങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു. അതെല്ലാം വാളുകളായി മാറുന്നു. മനസ്സിൽ എന്ത് തീരുമാനമെടുക്കണമെന്ന് അറിയത്തില്ല. അങ്ങനെ ആ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ നിൽക്കുന്നത്. അനങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും ഒരു മാറ്റം എൻ്റെ വ്യൂസിന് ഉണ്ടാകുമോ? സാമ്പത്തികമായിട്ട് ആ ഒരു ഗ്രോത്ത് എൻ്റെ വ്യൂസിന് ലഭിക്കുമോ? ഇവിടെ നിങ്ങൾക്ക് ശനിയുടെ ഒരു അപഹാരം കാണുന്നുണ്ട്. നിങ്ങൾ തന്നെ സ്വയം, ഇവിടെയും അതുപോലെ തന്നെയാണ്, നിങ്ങൾ സ്വയം കണ്ണ് കെട്ടി, സാമ്പത്തിക സിറ്റുവേഷൻ ഇതാണ് കേട്ടോ, സ്വയം കണ്ണ് കെട്ടിയിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ഈ കണ്ണിലെ കെട്ട്, കയ്യിലെ കെട്ട് നിങ്ങൾ തന്നെയാണ് അഴിക്കേണ്ടത്. അപ്പോൾ യൂണിവേഴ്സ് എന്തായാലും വഴി നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ടുണ്ട്. പക്ഷേ ആ വഴി കാണാതെ ഇരിക്കുന്നതിന് നിങ്ങളുടെ കണ്ണ് നിങ്ങളായിട്ട് തന്നെ കെട്ടിയിരിക്കുന്നു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒരു അറിവ് തരുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നുകൂടി നിങ്ങളെ തന്നെ ഒന്ന് അന്വേഷിക്കുക. നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങൾ ചിന്തിക്കുക.